നമുക്ക് PK ലേണിങ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയ കോട്ട്പ ആക്ടിന്റെ ബാലൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്ഷൻ 7 വരെ ആയിരുന്നു നമ്മൾ അവിടെ പ്രൊവിഷൻസ് പറഞ്ഞിട്ട് 7 പിന്നെ പ്രൊവിഷൻസ് സെക്ഷൻ 7ഉം 8 വരെ ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പോകാവുന്നത് സെക്ഷൻ 9 ആണ്. എങ്ങനെയാണ്, അതായത് ഏതാണ് ലാംഗ്വേജ് വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി എക്സ്പ്രസ്ഡ് എന്നുള്ളതാണ്. ഈ എന്താണ് നമ്മൾ 8മായി ബന്ധപ്പെട്ട് പറഞ്ഞത് എങ്ങനെയാണ് വാർണിംഗ്സ് കൊടുക്കണമെന്നേ പറഞ്ഞു. അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം, ഏത് ഭാഷയിലാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണ്, കാരണം ഇന്ത്യയിലുള്ള നിയമമാണ്. അപ്പൊ ഇന്ത്യയിലുള്ള നിയമമാകുമ്പോൾ നമ്മൾ എങ്ങനെ വേണം ലാംഗ്വേജ് യൂസ് ചെയ്യാൻ, ഇന്ത്യൻ പ്രാദേശിക ഭാഷ വേണം അതിനകത്ത് ഉപയോഗിക്കാൻ. അതിനകത്ത് ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ആ പാക്കറ്റിനകത്ത് ഇംഗ്ലീഷിലാണ് അതിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ, വാർണിംഗ്സ് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം എന്താണ് പറഞ്ഞത് ഒന്നും കൂടെ നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പാക്കേജിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ എന്താണ് പുകയില ഉൽപ്പന്നങ്ങളിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ, സ്പെസിഫൈഡ് ലാംഗ്വേജുകളും ഇംഗ്ലീഷിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ലാംഗ്വേജുകളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു റീജിയണൽ ലാംഗ്വേജുകളോ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടും. പ്രാദേശിക ഭാഷ, കാരണം ആൾക്കാർക്ക് വായിക്കാൻ പറ്റണം, ആ പറയുന്ന സംഗതി വായിക്കാൻ പറ്റണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അടുത്തതാണ് സൈസ് ആണ് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് ഇനി അതിന്റെ സൈസിനെ കുറിച്ചാണ് പറയുന്നത്. സൈസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഫിഗേഴ്സ് എന്നത്, അതായത് മുന്നറിയിപ്പിന്റെ വലിപ്പവും അക്ഷരങ്ങളും, അതാണ് സെക്ഷൻ 10 പറയുന്നത്. സൈസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഫിഗേഴ്സ്, എന്തിന്റെ സൈസാണ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. മുന്നറിയിപ്പിന്റെ എന്താണ് ആ മുന്നറിയിപ്പ് വാർണിംഗ് കൊടുക്കുന്നതിന്റെ ആ അക്ഷരങ്ങളുടെ സൈസും വലിപ്പവും അതേപോലെ തന്നെ അതിന്റെ അക്ഷരങ്ങളിലെയാണ് പറയുന്നത്. ഇനി ഈ ആക്ടില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സൈസിൽ ഇത് പറയണം. അതായത് ടൊബാക്കോ പ്രൊഡക്റ്റിനകത്ത് എന്താണ് ഇതുപോലെ തന്നെ നിക്കോട്ടിനൊക്കെ, അതുപോലെ തന്നെ സ്പെസിഫൈഡ് വാർണിംഗ് ഓർ ഇൻഡിക്കേഷൻ ഓഫ് നിക്കോട്ടിൻ ആൻഡ് കണ്ടൻസ് ഓഫ് ടാർ കണ്ടൻസ് ഇൻ സിഗരറ്റ്സ് ആൻഡ് എനി അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഈ പ്രൊവിഷൻസ് എല്ലാം എന്താണ് ഇതിന്റെ ഈ പാക്കറ്റിന് പുറയിൽ ഇതിന്റെ കണ്ടൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എത്രയുണ്ട് നിക്കോട്ടിൻ, എത്രയുണ്ട് ടാർ, എത്രയുണ്ട്, ഇതെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പറയുന്നത് എത്ര അളവിലായിരിക്കണം എന്ന് എന്താണ് ഓരോ സമയാസമയങ്ങളിൽ ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് ആ അളവിൽ കൃത്യമായിട്ടുള്ളതായിരിക്കണം. അതിനകത്ത് ആ ഇൻഡിക്കേഷനകത്ത് ഉപയോഗിക്കുന്നതിനകത്ത് എത്രയിൽ കുറയാൻ പാടില്ല. ഒരു സൈസ് പറയും, ആ സൈസിൽ കുറയാൻ പാടുള്ളതല്ല. ഓക്കെ, ദെൻ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 11 പറയുന്നത് എന്താണ്, ടെസ്റ്റിംഗ് ലബോറട്ടറി ഫോർ നിക്കോട്ടിൻ ആൻഡ് ടാർ കണ്ടന്റ്. അതായത് പരിശോധനാ ലബോറട്ടറി, അതായത് എന്തിന്റെ പരിശോധനാ ലബോറട്ടറിയാണ്, നിക്കോട്ടിന്റെയും ടാർ കണ്ടന്റുകളെയും അതിന്റെയൊക്കെ അളവ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന ലബോറട്ടറികൾ എന്ന് പറയുന്നുള്ള. അപ്പൊ എന്താണ് ഈ ഫോർ ദി പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ് നിക്കോട്ടിൻ ആൻഡ് ടാർ കണ്ടന്റ്, അതായത് സിഗരറ്റിലുള്ള ഈ അതേപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളിനകത്തും അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ, ടാർ കണ്ടന്റ്, മറ്റ് ടൊബാക്കോ പ്രൊഡക്റ്റിനകത്തൊക്കെ വരുന്ന ടാർ കണ്ടന്റിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന് ഒരു വിജ്ഞാപനത്തിലൂടെ ഒഫീഷ്യൽ ഗസറ്റിൽ എന്താണ് ടെസ്റ്റിംഗ് ലബോറട്ടറികൾ സ്ഥാപിക്കാവുന്നതാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു ചോദ്യം, ടെസ്റ്റിംഗ് ലബോറട്ടറികൾ ഉണ്ടോ? ഉണ്ട്. സ്ഥാപിക്കാമോ? സ്ഥാപിക്കാം. ആർക്കാണ് അതിന്റെ അധികാരം? സെൻട്രൽ ഗവൺമെന്റിനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയിലയുടെയും ടൊബാക്കോ ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിനും അതുപോലെ തന്നെ ടാറ് അതിൻ്റെയൊക്കെ കണ്ടന്റ് എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുവരുന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് പവർ ഓഫ് എൻട്രി ആൻഡ് സെർച്ച് എന്ന് പറയുന്നത്. പവർ ഓഫ് എൻട്രി ആൻഡ് സെർച്ച്, അതായത് പ്രവേശനത്തിനുള്ള അധികാരവും പരിശോധനയ്ക്കുള്ള എന്താണ് പ്രവേശനത്തിനും അതുപോലെ തന്നെ പ്രവേശനത്തിനും അതേപോലെ തന്നെ പരിശോധിക്കാനുമുള്ള അധികാരം. ആര് എവിടെ ചെന്ന് പ്രവേശിക്കുന്നു, ആരെന്ത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ അത് നിർമ്മിക്കുന്നുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങൾ, അപ്പൊ ഇതെല്ലാം ഇത്
ഈ പറയുന്ന പ്രോഡക്റ്റുകൾ എന്നതിനകത്തെല്ലാം എന്താണ് ഇതുവരെ കണ്ട കാര്യങ്ങൾ അത് പരസ്യം ചെയ്യുന്നതുമായി സംബന്ധിച്ച് അതിനകത്ത് വാർണിംഗ് സൈനുകൾ കൊടുക്കുന്നതുമായി സംബന്ധിച്ച് സെക്ഷൻ നമ്മൾ കണ്ട 4, 5, 6, 7 ഈവൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളുടെ കാര്യത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള അളവിൽ കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. കാരണം ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് വ്യക്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമമാണ്. ഈ നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറയുന്നതാണ്. അപ്പൊ പറഞ്ഞ അളവിൽ കൂടുതൽ നിക്കോട്ടിനും ടാറുമുള്ള എന്താണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഒരു ഗോഡൌണിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഗോഡൌണിൽ എന്ത് ചെയ്തിരിക്കുന്നു, നിർമ്മിക്കുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് ആ സ്ഥലത്ത് പ്രവേശിക്കാനും ഈ വക സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാനുമുള്ള അധികാരം ആർക്കാണ് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അത് ഇനി നോക്കിക്കോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും, അത് മാത്രമല്ല അപ്പൊ SI റാങ്കിൽ കുറയാത്ത ഒരു പോലീസുകാരനോ, അത് അദ്ദേഹത്തിന് മാത്രമല്ല പറ്റുന്നത്, എന്താണ് എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഹോൾഡിംഗ് ദ റാങ്ക് ഇക്വലന്റ്, അതായത് ഇക്വലന്റ് റാങ്ക് ബീയിങ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ്. അപ്പം ഈ സബ് ഇൻസ്പെക്ടർ റാങ്ക് അതേപോലെ തന്നെ അപ്പം നമ്മളുടെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഓഫീസർമാർ മറ്റേ എന്താണ് പോലീസിൽ വരുന്ന SI റാങ്കിന്റെ അതിന് തത്തുല്യമായിട്ടുള്ള റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഫ് ഹി ഹാസ് എനി റീസൺ ടു സസ്പെക്ട് ദാറ്റ്, അപ്പൊ എന്താണ് ഇത് ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അപ്പം എന്താണ് ഓതറൈസേഷൻ കൊടുത്തിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അനുസരിച്ച് ഓതറൈസേഷൻ കൊടുക്കുന്ന വ്യക്തികൾക്കാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കാനും സെർച്ച് നടത്താനും ഉള്ള അധികാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇനി അപ്പം നിങ്ങളൊരു സബ് ഇൻസ്പെക്ടർ പോലീസ് ആയിരിക്കാം, നിങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് അല്ലെങ്കിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓഫീസർ ആയിരിക്കാം. എനിവേ നിങ്ങൾക്ക് അവിടെയുള്ള നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാനും സെർച്ച് ചെയ്യാനും നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓതറൈസേഷൻ തന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാവുന്നതും എന്താണ് റീസണബിൾ ടൈമിൽ, അത് ഫാക്ടറിയോ ബിൽഡിങ്ങോ ബിസിനസ് പ്രൊമൈസുകളോ മറ്റ് പ്രൊമൈസുകളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ ട്രേഡ്, അപ്പൊ ഈ പറയുന്ന ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സ്, സിഗരറ്റിന്റെ വാണിജ്യപരമായിട്ടുള്ള നിർമ്മാണോ ട്രേഡോ ഈ ടൊബാക്കോ പ്രൊഡക്റ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുകയോ സപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുള്ളതായിട്ടോ, അതല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ആക്ടിൽ പറഞ്ഞിട്ടിരിക്കുന്ന പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന നിയമത്തിനെ ലംഘിച്ചുകൊണ്ട്, ഈ നിയമത്തിന്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഈ തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിതരണം നടത്തുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാലും, അതല്ല ഇത് ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്ന പ്രൊവിഷൻസിനെ ലംഘിച്ചുകൊണ്ട് പരസ്യങ്ങൾ ചെയ്താലും ആ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സെർച്ച് നടത്താനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പം സെക്ഷൻ 12 എന്ന് പറയുന്നത്, സെക്ഷൻ 12 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, സെക്ഷൻ 12 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, എൻട്രി നടത്തി. എൻട്രി നടത്തി. രണ്ടാമത്തെ അവിടെ എന്ത് നടത്തി, സെർച്ച് നടത്തി. അവിടെ നിങ്ങൾക്കൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവിടെ, അതായത് നിങ്ങൾക്ക് അവിടെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിവരം കിട്ടി, ഇന്ന ഗോഡൌണിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ടൺ കണക്കിനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വക സാധനങ്ങളെ നിങ്ങളവിടെ പ്രവേശിച്ചു, നിങ്ങൾ അവിടെ എല്ലാം പരിശോധന നടത്തി. ഇനി നിങ്ങൾ ചുമ്മാ അവിടെ ചെന്ന് കയറി ഈ സാധനങ്ങളൊക്കെ കണ്ടു കേട്ടിട്ടിങ്ങ് പോരാനല്ല നിങ്ങളെ പറയുന്നത്. ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഈ രീതിയിൽ കൃത്യം നടത്തിയിട്ടുള്ള ഇതെല്ലാം നമ്മുടെ തെളിവുകളാണ്. അതിനെയൊക്കെ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, സീസ് ചെയ്യാവുന്നതാണ്. അത് പിടിച്ചെടുക്കാൻ പോവാണ്. സെക്ഷൻ 13 ഇതേ വ്യക്തികൾ തൊട്ടു മുമ്പേ സെക്ഷൻ 12 കണ്ട അതേ വ്യക്തികൾക്ക് തന്നെ ഇതിനെ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. എനി ഓഫീസർ എന്ന് പറയുന്നത് നേരത്തെ കണ്ട സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരാളാണ്. സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലെ, അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലെ റാങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും, ഇതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ള ഏത് വ്യക്തികൾക്കും ഈ പറയുന്ന
ഒരു പാക്കേജോ സിഗരറ്റോ മറ്റു ടൊബാക്കോ പ്രൊഡക്റ്റുകളുമായി സംബന്ധിച്ചോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് സിഗരറ്റ് ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ ഈ വക ഐറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിർമ്മിക്കുന്നുണ്ട്, ഉൽപാദനം നടത്തുന്നുണ്ട്, എന്ത് നടത്തുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്, വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ സെക്ഷൻ 7 കണ്ടില്ലേ, മറ്റേ എന്തൊക്കെയാണ് ലേബൽ ചെയ്യേണ്ടത് എന്ന് പറയാം. ആ ലേബലൊന്നും ഇല്ല അതിനകത്ത്. വാർണിംഗ് സൈൻ ഇല്ല, ലേബലില്ല, നിർദ്ദിഷ്ടമായിട്ടുള്ള പിന്നെ കോൺട്രാസ്റ്റിംഗ് കളറിലൊന്നും അല്ല പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പാക്കേജിനെ സീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കണ്ട സബ് ഇൻസ്പെക്ടറിനോ മറ്റേ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്കോ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാവുന്ന 12 അനുസരിച്ച് പ്രവേശിച്ചു, 13 അനുസരിച്ച് ഈ വക ഐറ്റങ്ങളെയൊക്കെ നമ്മൾ കെട്ടി സീസ് ചെയ്തു. അതായത് എന്താണ്, നിങ്ങൾ അങ്ങനെ സീസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് മെറ്റീരിയൽ ഫോർ എ പീരീഡ് ഓഫ് എക്സീഡിങ് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ സീഷർ എന്നുള്ളതാണ്. നിങ്ങൾ പിടിച്ചെടുത്ത ഈ സാധനം നിങ്ങളെന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ഈ സാധനം എന്ത് ചെയ്യും? ഇതിന് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളിത് 90 ദിവസം വരെയും നിങ്ങളുടെ കൈവശം സൂക്ഷിക്കേണ്ടതാകുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണോ ഈ സീസ് ചെയ്തെടുത്തത് ആ വ്യക്തികൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ റീറ്റൈൻഡ് ബൈ ദ ഓഫീസർ ഹൂ സീസ്ഡ് ദ പാക്കേജ് എന്നുള്ളത്, ആരാണോ ഈ വസ്തുക്കൾ പിടിച്ചെടുത്തത് അവരെ എന്ത് ചെയ്യാം, അവർ വേണം ഇതിനെ സൂക്ഷിക്കാനായിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ എന്താണ്, ഇനി അത് അല്ല എന്നുണ്ടെങ്കിൽ ദ അപ്രൂവൽ ഓഫ് ദ ഡിസ്ട്രിക്ട് ജഡ്ജ് വിതിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ സച്ച് സീഷർ വാസ് മെയ്ഡ് ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ഫോർ സച്ച് റീടെൻഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 90 ദിവസത്തിൽ കൂടുതൽ ഈ പറയുന്ന നമ്മൾ പിടിച്ചെടുത്ത വസ്തുവകകളെ, നമ്മളുടെ വസ്തുവകകൾ എന്താണ്, ടൊബാക്കോയും അതർ ടൊബാക്കോ പ്രൊഡക്റ്റുകളുമാണ്. അപ്പം നമ്മളുടെ വസ്തുവകകളെ 90 ദിവസത്തിൽ കൂടുതൽ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്നുള്ള അനുമതി ഉണ്ടായിരിക്കണം? അപ്രൂവൽ ഫ്രം ദി ഡിസ്ട്രിക്ട് ജഡ്ജ്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അനുമതിയോട് കൂടിയും പിന്നെ 90 ദിവസം എന്നുള്ളതാണ്, 90 days എന്ന് പറയും. അപ്പോൾ പിടിച്ചെടുത്ത ഈ ടൊബാക്കോ പ്രൊഡക്റ്റുകൾ എന്താണ് 90 days വരെ ഈ ഓഫീസർമാരുടെ കൈവശം സൂക്ഷിക്കാം. കൈവശം എന്ന് പറയുമ്പോൾ വീട്ടിലൊന്നും അല്ല കേട്ടോ കൊണ്ടുവച്ചിരിക്കേണ്ടത്, അതിന്റെ ഓതറൈസ്ഡ് പ്ലേസ് ഉണ്ടല്ലോ അവിടെ സൂക്ഷിക്കേണ്ടതും. അതിനുശേഷം 90 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 90 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അപ്രൂവലോട് കൂടി നിങ്ങൾക്ക് എക്സീഡിങ് 90 days നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പൊ അതും കണ്ടു. ഇനി നമ്മൾക്ക് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുത്ത പാക്കേജുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ പിടിച്ചെടുത്ത പാക്കേജുകൾ എന്ന് പറയുന്നത് ഇതാണ് കോൺഫിസ്കേഷൻ ഓഫ് പാക്കേജ്. പാക്കേജുകളെ കണ്ടുകെട്ടൽ. എന്താണ് കോൺഫിസ്കേഷൻ ഓഫ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജുകളെ കണ്ടുകെട്ടൽ. ഇവിടെ കണ്ട ടൊബാക്കോ പ്രൊഡക്റ്റിന്റെ ഒക്കെ പാക്കേജുകളെ കണ്ടുകെട്ടാൻ പോകുവാണ്. 12, 13, 14 14 12 അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് അവിടെ ചെന്ന് കയറിയത്? തൊട്ട് മുമ്പേ കണ്ട 4, 5, 6 പ്രൊവിഷൻസ് ലംഘിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ചാടി കയറി അതിനകത്തോട്ട് ചെന്നത്. 12 അനുസരിച്ച് നിങ്ങൾ അവിടെ ചെല്ലുന്നു, 13 അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 12 അനുസരിച്ച് അവിടെ ചെല്ലുന്നു, അതല്ലെങ്കിൽ പിന്നെ 13 ഇതൊക്കെ നിങ്ങൾ 12 അനുസരിച്ച് അതിനകത്ത് കണ്ടു, സെർച്ച് നടത്തി, 13 അനുസരിച്ച് നിങ്ങൾ അതിനെ എല്ലാം സീസ് ചെയ്തു, 14 അനുസരിച്ച് ഈ പറയുന്ന പാക്കേജുകളെ കണ്ടുകെട്ടുന്ന, അതായത് ഈ പറയുന്ന സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കേജിന്റെ ഉടമസ്ഥാധികാരം ഒന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാക്കേജ് അല്ലെങ്കിൽ സിഗരറ്റോ മറ്റ് ടൊബാക്കോ പ്രോഡക്റ്റുകളോ ഈ മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് എവിടെയെങ്കിലും പരസ്യങ്ങളോ ഈ വസ്തുവകകൾ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? പിടിച്ചെടുക്കാം, കോൺഫിസ്കേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിരുന്നാൽ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ അത്തരം സിഗരറ്റുകളുടെ എന്താണ് വേർ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോർട്ട്. അപ്പൊ കോടതിയിൽ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് അവിടെ കോർട്ടിന് മതിയായിട്ടുള്ള ഒരു ഉത്തരം അതിൽ കോടതിയിൽ നമ്മൾ ബോധിപ്പിക്കുകയാണ്. ഞങ്ങളല്ല ദ പേഴ്സൺ ഇൻ ഹൂസ് പൊസഷൻ ദ പവർ ഓർ കൺട്രോൾ എനി സച്ച് പാക്കേജ് ഓർ സിഗരറ്റ് അല്ലെങ്കിൽ അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് ഈസ് ഫൗണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം കണ്ടെടുത്തതെങ്കിലും ഇതെല്ലാം ഇത്തരത്തിൽ ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിർമ്മാണം നടത്തിയതോ അതല്ലെങ്കിൽ വിതരണം നടത്തിയതോ സൂക്ഷിച്ചു വെച്ചതോ അതൊന്നും ഞാനല്ല എന്ന് ഞാൻ കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ
കോടതിക്കത് എന്താണ് കോൺഫിസ്കേഷന് പകരം മേക്ക് സച്ച് അതർ ഓർഡർ ഓതറൈസ്ഡ് ബൈ ദിസ് ആക്ട് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഗിൽറ്റി ഓഫ് സച്ച് ബ്രീച്ച് ഓഫ് എന്താണ് അങ്ങനെ. അപ്പം ഞാൻ അവിടെ കോടതിയിൽ ബോധിപ്പിച്ചു കഴിഞ്ഞു എന്റെ കുറ്റമല്ല, ഞാൻ കാരണമല്ല ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഞാനല്ല എന്ന് എനിക്ക് റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ പറയാൻ പറ്റിയാൽ, അപ്പോ അങ്ങനെയെങ്കിൽ കോടതിക്ക് ഉചിതമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഉത്തരവിൽ വ്യക്തമാകുന്ന വ്യവസ്ഥകൾക്ക് തൃപ്തികരമായി തെളിയിക്കുകയാണെങ്കിൽ ആ പാക്കേജ് കണ്ടുകെട്ടുന്നതിന്റെ ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നില്ല. പകരം ഈ നിയമത്തിലെ വ്യവസ്ഥ ലംഘിച്ച കുറ്റക്കാരനായ വ്യക്തിക്കെതിരെ ഉചിതമെന്ന് തോന്നുന്ന മറ്റു ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇതേപോലെ ഈ ആക്ടിന്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞ 4, 5, 6, 7, 8 വരെയുള്ള പ്രൊവിഷൻസ്, 8 ഒക്കെ പറയുന്ന ഈ ഡയറക്ഷൻസ് ആണ്. അത് ഡയറക്ഷൻസ് ലംഘിച്ച ആൾക്കാരെയും അത് ലംഘിച്ചു കൊണ്ടിരിക്കുന്ന അതിനെയൊക്കെ നമ്മൾ കണ്ടുകിട്ടി എടുത്തു. ഓക്കെ, ഇതിനെ കോൺഫിസ്കേറ്റ് ചെയ്ത് വെച്ചു, കണ്ടുകെട്ടിയെങ്കിലും നമ്മളിപ്പം ഇതൊന്നും അറിയാത്ത ഒരുത്തനാണ്, അവൻ അറിഞ്ഞൂടാ ഇത് എന്ത് പാക്കറ്റ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് പോലും അവൻ അറിയാൻ വയ്യായിരുന്നു. കുറച്ച് സൂക്ഷിച്ചേക്കണേന്ന് പറഞ്ഞ് കൂട്ടുകാരൻ കൊണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും കൊടുത്തിട്ട് പോയോ. അപ്പം ഞാൻ ചെന്ന് പറയാണ് എനിക്കിതിനകത്ത് യാതൊരു തെളിവുകൾ, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ പറഞ്ഞ് തെളിയിപ്പിച്ചു കഴിഞ്ഞാൽ, കോടതിക്ക് ഉചിതമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉചിതമെന്ന് തോന്നണം, അതാണ്, അതായത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് നമ്മുടെ സൈഡ് പ്രൂവ് ചെയ്യാൻ പറ്റണം. തോന്നിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കുറ്റമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ എന്റെ കയ്യിൽ നിന്നാണ് അവർ എടുത്തത്, എന്റെ കയ്യിൽ ഞാനത് അറിയാത്ത കാര്യമാണെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ കൃത്യം നടത്തിയത് ആരാണോ അവന്മാരെ പോയി പിടിക്കണടാ എന്ന് പറയാനുള്ള, ഓർഡർ ഇടാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള പവർ ആർക്കുണ്ട്? ആ കോടതിക്ക് ഉണ്ട്. ഓക്കെ, ഇനി ശരി, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 15 അടുത്തൊരു കാര്യം. നിങ്ങൾ ഇങ്ങനെ പിടിച്ചൊക്കെ എടുത്തു, പിടിച്ചെടുത്തു, കോൺഫിസ്കേറ്റ് ചെയ്യുക. അപ്പൊ കണ്ടോ, ഇതെല്ലാം കണക്ട് ചെയ്ത് വരികയാണ്. നിങ്ങൾ കോൺഫിസ്കേറ്റ് ചെയ്തു, കോടതി ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അതിനുള്ള ഒരു അല്ലെങ്കിൽ കുറ്റവാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിന് കാരണമായിട്ടില്ലായിരിക്കാം. ഞാൻ കാരണമായിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. എപ്പോഴാണോ കേസ് വിളിക്കുന്നത് അതനുസരിച്ച് ഞാൻ അവിടെ ചെല്ലുന്നു, അത് ബാക്കി കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും ഞാൻ കുറ്റക്കാരനാണ്, എന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ടൊബാക്കോ പ്രൊഡക്റ്റും എല്ലാം കൂടെ ഇവർ സെർച്ച് ചെയ്ത് സീസ് ചെയ്ത് കോൺഫിസ്കേറ്റ് ചെയ്ത് എടുത്തോണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഈ കോൺഫിസ്കേഷൻ എന്ന് പറയുന്നത് ഇതിന് പകരം, അതായത് കോൺഫിസ്കേഷന് പകരം നമ്മൾക്ക് എന്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ടു പേ കോസ്റ്റ് എന്നുള്ളതാണ്. അതായത് പിഴ നൽകാനുള്ള ഒരു അവസരമാണ് സെക്ഷൻ 15 പറയുന്നത്. അപ്പൊ സെക്ഷൻ 15 പറയുന്നതെന്ന് പറഞ്ഞാൽ കോർട്ട് അഡ്ജഡ്ജിങ് കോർട്ട്, ഏത് കോടതിയാണോ ഈ കേസ് കേസ് വിചാരണ നടത്തുന്നത്, ആ കോടതിക്ക് പ്രത്യേക ഉത്തരവിലൂടെ കോൺഫിസ്കേഷന് പകരം, പിടിച്ചെടുത്തതിന് പകരമായിട്ട് എന്ത് കൊടുക്കാവുന്നതാണ്? ഓപ്ഷൻ ടു പേ ഇൻ ലീവ് ഓഫ് കോൺഫിസ്കേഷൻ. ഈ കണ്ടുകെട്ടലിന് പകരം പിഴ കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാധനം പിടിച്ചെടുത്തോണ്ട് പോയി, നമ്മൾ അവിടെ പിടിച്ചെടുത്ത അത്രയും സാധനങ്ങൾക്ക് നമ്മൾക്ക് അവിടെ എന്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്? ഫൈനല്ല, നമ്മൾ കോസ്റ്റ് കൊണ്ട് ചെന്ന് പേ ചെയ്യാണ്. അപ്പോൾ കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ഗുഡ്സ് കോൺഫിസ്കേറ്റഡ് എന്നുള്ളതായിരിക്കും. പിടിച്ചെടുത്ത വസ്തുക്കൾക്ക്, പിടിച്ചെടുത്ത ഈ പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നതിന്റെ അതിന്റെ വാല്യൂവിന് തത്തുല്യമായിട്ടുള്ളതായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ, ശരി, നിങ്ങൾ അങ്ങനെ പേയ്മെന്റ് ഒക്കെ കൊടുത്തു, പേയ്മെന്റ് കൊടുത്ത മുറയ്ക്ക് സീസ്ഡ് പാക്കേജ് റിട്ടേൺ ചെയ്യണം. ആർക്ക് കൊടുക്കണം? ഇത് നമ്മൾ സാധനവും കൊണ്ടുപോയി, മറ്റേ പിഴയും അവിടെ രണ്ടും പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുപോയി അവിടെ നിന്നുള്ള പിഴ എന്ന് പറയുന്നത് പിഴ ഒടുക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഡക്റ്റ് ആർക്കാണോ അവർക്ക് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. എവിടെയാണോ അത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പറയുന്നതാണ് കോൺഫിസ്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ടു ഇന്റർഫിയർ വിത്ത് അതർ പണിഷ്മെന്റ് എന്നുള്ളതാണ്. സെക്ഷൻ അതായത് മറ്റ് ശിക്ഷകളിൽ ഇടപെടരുത്. മറ്റ് ശിക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു മുമ്പേ നമ്മൾ പഠിച്ചത് 14 അനുസരിച്ച് നമ്മൾ കോൺഫിസ്കേറ്റ് ചെയ്തു. കോൺഫിസ്കേറ്റ് ചെയ്തു 14 അനുസരിച്ച്, 15 അനുസരിച്ച് നമ്മൾ കോസ്റ്റും കൊടുത്തു. പിടിച്ചെടുത്തോണ്ട് പോയ സാധനത്തിന് കോസ്റ്റും കൊടുത്തു. ഇനി 16 അനുസരിച്ച് പറയുകയാണ്, നിങ്ങൾ
കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞ വ്യക്തികളാണല്ലോ. അതായത് നോ കോൺഫിസ്കേഷൻ മെയ്ഡ് കോസ്റ്റ് ഓർഡർ ടു ബി പെയ്ഡ് അണ്ടർ ദിസ് ആക്ട് ഷാൽ പ്രിവെന്റ് ദ ഇൻഫിക്ഷൻ ഓഫ് എനി പണിഷ്മെന്റ്. അതായത് ഈ നിയമപ്രകാരം പിഴ അടയ്ക്കാൻ ഉത്തരവിട്ടത് കൊണ്ട്. അപ്പൊ 16 എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? 15 പറയുമായിട്ട് കണക്റ്റഡ് ആണ്. 15-ലാണല്ലോ കോസ്റ്റ് കൊടുക്കാൻ ഓർഡർ വന്നത്. അപ്പോ പിഴയടയ്ക്കാൻ ഉത്തരവ് വന്നതുകൊണ്ട് ഈ നിയമത്തിലെ മറ്റ് ശിക്ഷകളോ മറ്റ് നിയമങ്ങളിലെ ശിക്ഷകളോ ചുമത്തുന്നതിൽ നിന്ന് എന്താണ് അത് തടയത്തില്ല എന്നുള്ളതാണ്. എന്താണ് നോട്ട് ടു ഇന്റർഫിയർ വിത്ത് അതർ പണിഷ്മെന്റ്. അപ്പോൾ ഇത് പ്രകാരം എന്ത് ഇല്ല, നിങ്ങൾക്ക് ഇത് പ്രകാരം നിങ്ങൾക്ക് കുറ്റമില്ലെങ്കിലും മറ്റ് നിയമത്തിൽ വല്ല പ്രൊവിഷൻസും പറയുന്നുണ്ടെങ്കിൽ അതാ പറയുന്നത് എന്താണ് കോൺഫിസ്കേഷൻ നോട്ട് ടു ഇന്റർഫിയർ, മറ്റ് ശിക്ഷകളിൽ ഇടപെടരുതെന്നുള്ളതാണ്. ഈ നിയമപ്രകാരം പിഴ അടയ്ക്കാൻ ഉത്തരവിട്ടത് കൊണ്ട് ഈ നിയമത്തിലെ മറ്റ് ശിക്ഷകളോ മറ്റ് നിയമത്തിലെ ശിക്ഷകളോ ചുമത്തുന്നതിൽ നിന്ന് അത് തടയുന്നില്ല. പിഴ ഒടുക്കി എന്നുള്ള ഒറ്റ കാരണത്താൽ മറ്റേതെങ്കിലും നിയമപ്രകാരം നമ്മൾക്ക് വല്ല ശിക്ഷയും വരുവാണെങ്കിൽ അതും കൂടെ സ്വീകരിച്ചോണം എന്നുള്ളതാണ്. പിഴ കൊടുത്തു അല്ല, ഞാൻ താണ്ട ഇവിടെ പിഴ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മറ്റേതെങ്കിലും നിയമപ്രകാരം എനിക്ക് ശിക്ഷ തരാൻ പാടുള്ളതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 16-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വിധിന്യായം എന്ന് പറയുന്നത്, അഡ്ജൂഡിക്കേഷൻ. വിധിന്യായം എന്ന് പറയുന്നത് എന്താണ്? ഈ സിഗരറ്റുകളോ പുകയില ഉൽപ്പന്നങ്ങളോ കണ്ടുകെട്ടുന്നതിനെ കുറിച്ച്. എനി കോൺഫിസ്കേഷൻ ഓഫ് സിഗരറ്റ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്ട്സ് മേ ബി അഡ്ജഡ്ജ്ഡ് ഓർ കോസ്റ്റ് മേ ബി ഓർഡേർഡ് ടു ബി പെയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ചിലവുകൾ അടക്കം രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള ഇത് പ്രോഡക്റ്റ് മേ ബി അഡ്ജഡ്ജ്ഡ് ഓർ കോസ്റ്റ് മേ ബി ഓർഡേർഡ് ടു ബി പെയ്ഡ്. അപ്പൊ ഇതിൽ എന്താണ്? ഒന്ന്, ഈ വിധിന്യായം വരുമ്പോഴത്തേക്കിന് ഏതെങ്കിലും സിഗരറ്റുകളോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ കണ്ടുകെട്ടുന്നതിനെ കുറിച്ചുള്ള എല്ലാ വിധിന്യായങ്ങളും എന്ത് ചെയ്യണം? എത്രത്തോളം ചിലവുണ്ടായി ഇത് അവിടെ പോകുന്നതിനും കണ്ടുപിടിക്കുന്നതിനും അത് ഉൾപ്പെടെ ആ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ലിമിറ്റ് പ്രിൻസിപ്പൽ സിവിൽ കോർട്ട് ഓഫ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വിതിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ സച്ച് എന്നുള്ളതാണ്. അതായത് സച്ച് കോൺഫിസ്കേഷൻ ഹാസ് മെയ്ഡ് കോസ്റ്റ് ഹാവ് ബീൻ ഓർഡേർഡ് ടു ബി പെയ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും പറയുന്ന ഒന്നുമില്ല. വിത്തൗട്ട് എനി ലിമിറ്റ് പ്രിൻസിപ്പൽ സിവിൽ കോർട്ട് ഓഫ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ഏത് സ്ഥലത്തു നിന്നാണോ ഈ സംഗതികൾ കണ്ടുപിടുത്തത് അതിന്റെ വില എത്രയുണ്ട് എന്നുള്ളതല്ല, അവിടെ ആദ്യം കേസ് കൊടുക്കേണ്ട കോടതി എവിടെയാണോ അവിടെ കൊണ്ടുചെന്ന് ആ ആയിരിക്കും ഇത് ഈ പറയുന്ന കേസ് നടത്താനുള്ള ജൂറിസ്ഡിക്ഷൻ, അധികാരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ലിമിറ്റ് അനുസരിച്ച് എനി സച്ച് അതർ കോർട്ട് നോട്ട് ബിലോ എ സിവിൽ കോർട്ട് ഹാവിംഗ് പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ exceeding ₹5,000 as the central government may by notification in the official gazette authorize in this behalf എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോടതിക്കാണ് എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ജഡ്ജ്, പ്രിൻസിപ്പൽ സിവിൽ കോടതിക്കാണ് അതിന്റെ അധികാരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എന്താണ് മറ്റേ പ്രൊവിഷൻസിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമ്മൾ കണ്ട കുറേ ഡയറക്ഷൻസ് കണ്ടു. ആ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് പറയുന്നുണ്ട്, അതിൻ്റെ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കയറാനും പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള അധികാരങ്ങളും കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ ഫെയിലുവർ ടു ഗീവ് സ്പെസിഫൈഡ് വാർണിംഗ് ആൻഡ് നിക്കോട്ടിൻ ആൻഡ് അതർ ആൻഡ് ടാർ കണ്ടന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 20 നമ്മൾ നോക്കാൻ പോകുന്നത്. പണിഷ്മെന്റ് ഫോർ ഫെയിലർ എന്നുള്ള ഒരു ഏരിയയിലാണ്. ഓക്കെ, സോ പണിഷ്മെന്റ് എന്ന് പറയുന്ന പ്രൊവിഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് പണിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് എന്നുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ, പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓഫീസർമാർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഈ കോട്ട്പ ആക്ടിന്റെ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.